ഞാൻ എപ്പോഴും ഈ പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, പ്രണയിക്കാം, പക്ഷേ അതൊരു അടിമത്തത്തിലേക്കോ ലഹരിയിലേക്കോ പോവരുത്. പ്രണയം ടോക്സിക് ആയാൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, ഇടുക്കി കുമ്മളി സ്വദേശിയായ 21 വയസ്സുള്ള അഭിജിത്ത് ചെയ്തത് കണ്ടോ? അദ്ദേഹം പ്രണയത്തിന്റെ പേരിലാണ് ആ യുവാവ് ജീവനൊടുക്കിയത്. തൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വീഡിയോ കോൾ ചെയ്ത് അവളെ കാണിച്ചുകൊണ്ടാണ് അഭിജിത്ത് ഈ ലോകത്തിനോട് വിട പറഞ്ഞത്. കാമുകി കാണട്ടെ ഞാൻ മരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ഇങ്ങനെ ഈ അഭിജിത്ത് തൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തൻ്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഈ അഭിജിത്ത് ഈ കാമുകിയായ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് നിന്നാണ് പ്രണയങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാമുകി അല്ലെങ്കിൽ അവൻ്റെ ആ ഗേൾ ഫ്രണ്ട് മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ചിരിക്കുന്നതോ ഒന്നും പറ്റില്ല. അതാണ് അവർ തമ്മിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നം. ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവർ ചെറിയ രീതിയിൽ പിരിയും, വീണ്ടും അടുക്കും. ഇപ്പം അവസാനം അവളോട് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നീ ആരുമായിട്ട് സംസാരിക്കരുത്, കൂട്ടുകാരുമായിട്ടോ മറ്റു ആൺകുട്ടികളുമായിട്ടോ ഒന്നും മിണ്ടാൻ പാടില്ല. ഇങ്ങനൊരു മനോഭാവം നമുക്ക് വരുന്നത് തന്നെ നമ്മുടെ സ്നേഹബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ പ്രണയിക്കുന്ന കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന സ്ത്രീയുമായിട്ട് മാത്രം ഒതുങ്ങേണ്ടതല്ല എൻ്റെ ജീവിതം. അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരാണുമായിട്ട് ഒതുങ്ങേണ്ടതല്ല ജീവിതം. അവർക്ക് കുടുംബങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എന്തിനേറെ പറയുന്നു, ഈ രീതിയിലുള്ള ടോക്സിക് പ്രണയമുള്ള ആളുകൾ അല്ലെങ്കിൽ വൈകൃതമായിട്ടുള്ള പ്രണയമുള്ള ആളുകൾ സ്വന്തം സഹോദരിയോട് ഭർത്താവ് സംസാരിച്ചതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. സ്വന്തം ഒരേ രക്തത്തിൽ പിറന്ന പ്രിയപ്പെട്ട സഹോദരിയോട്, പെങ്ങളോട് സംസാരിച്ചതിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഭാര്യമാരുണ്ട്. അതിൽ പെട്ടൊരു കേസ് തന്നെയാണ് ഈ അഭിജിത്തിൻ്റെ. മറ്റുള്ള ആൺകുട്ടികളുമായിട്ട് സംസാരിക്കുക, ഒരു സ്ഥലത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ആളുകളായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് അടുപ്പങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം ഒന്നാണ്, എല്ലാം ഈ ഒരു വൃത്തികെട്ട ബന്ധമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അങ്ങനെ ആരുമായിട്ട് അടുക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന് അഭിജിത്ത് ഒരുപാട് പ്രാവശ്യം വാണിംഗ് കൊടുത്തു. പക്ഷേ ഈ കുട്ടീനെ തയ്യാറല്ലായിരുന്നു. അവസാനം അഭിജിത്തും അവളും തമ്മിൽ അകന്നു, വീണ്ടും അടുക്കുന്നു. ഈ പ്രണയങ്ങൾ ടോക്സിക് ആയതിൻ്റെ അല്ലെങ്കിൽ ആ പ്രണയബന്ധം ശരിയല്ലാത്ത രീതിയിൽ പോകുന്നതിൻ്റെ അടയാളമാണ് തെറ്റ് അടുക്കുക. എപ്പോഴെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിജിത്ത് വീഡിയോ കോൾ ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ആർക്ക് നഷ്ടം? എന്താണ് ഈ എപ്പോഴും നമ്മൾ ഏതൊരു സാധനത്തിനോടും അടിമത്വം അല്ലെങ്കിൽ ഏതൊരു സാധനത്തിൻ്റെയും ലഹരിയിലേക്ക് പോകരുത്. ബന്ധങ്ങളൊക്കെ നല്ലതാണ്. അത് ഭക്ഷണമാവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, അതല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ കാര്യത്തിലാവട്ടെ, അതല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാവട്ടെ. ഇപ്പം ചില കുട്ടികളുണ്ട്, ഇന്ന ജോലി തന്നെ എനിക്ക് കിട്ടണം, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞാൽ അതിനൊരു അടിമത്ത മനോഭാവം അല്ലെങ്കിൽ അതിലുണ്ട് ലഹരിയിലായിട്ട് ആ ജോലിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന സമയത്ത്, എക്സാം എഴുതുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ചെറിയ ഒരു പരാജയം അല്ലെങ്കിൽ ചെറിയ ഒരു മാർക്കൊക്കെ കുറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന മക്കളുണ്ട്. മക്കളെ, ഇതൊന്നും ശരിയല്ല. വീണ്ടും ഞാൻ പറയുന്നു, പ്രണയിക്കാം, പക്ഷെ ആ പ്രണയം നമ്മുടെ ജീവനെ നശിപ്പിക്കുന്നതാവരുത്, മനസമാധാനം കളയുന്നതാവരുത്, നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നതാവരുത്. ഒരാണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അടിമപ്പെട്ടുകൊണ്ട് ആണ് പറയുന്ന പോലെ ഇങ്ങനെ നടക്കുക, പെണ്ണ് പറയുന്നത് പോലെ ഇങ്ങനെ എത്ര കാലം നിങ്ങൾ അങ്ങനെ ജീവിക്കും? അതൊന്നും കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ ആരെയും കൊണ്ടും കഴിയില്ല. ബുദ്ധിയുള്ള പ്രണയം അല്ലെങ്കിൽ ബുദ്ധിയുള്ള ബന്ധങ്ങൾ പരസ്പരം സ്വാതന്ത്ര്യങ്ങളെ അനുവദിക്കുന്നതാണ്. അങ്ങനെ ആ സ്വാതന്ത്ര്യങ്ങളെ അനുവദിക്കുന്ന സമയത്താണ് അത് ഭാര്യയും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും നിഷ്കളങ്കമായിട്ട് മുന്നോട്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കുരുത്തക്കളി ചെയ്യാനും എവിടെ പോകാനും എന്ത് കാട്ടിക്കൂട്ടാനും എന്നുള്ളതല്ല. പലപ്പോഴും ചില കാര്യങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട കളറുള്ള വസ്ത്രം ധരിക്കുന്നതിന് പോലും ചില ആണുങ്ങൾ തയ്യാറല്ല. ആ കളർ ഇട്ടിട്ടുണ്ട്, എനിക്കൊരു രസമില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ കളർ ധരിക്കുന്നത്, പക്ഷെ എന്തോ ആ കളർ ഉപയോഗിക്കാൻ പാടില്ല, ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. എന്തതിനൊക്കെ പറയാം. എന്നിട്ടോ ഈ ചെറിയ കാര്യങ്ങൾക്ക് തെറ്റുപിടിക്കുന്ന വ്യക്തി പ്രണയിക്കുന്ന സമയത്ത് വലിയ കുരുത്തക്കെടുകളുമായിട്ട് ഒപ്പിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വന്നൊരു കുട്ടി എന്നോട് പറഞ്ഞതാ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ഹറാമാണ്, അങ്ങനെ അവിടെ കാണിക്കരുത്, കയ്യിന്റെ വിരൽ കാണിക്കരുത്, മോന്ത കാണിക്കരുത്, പല്ല് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന ഈ കാമുകൻ, ഭയങ്കര ദീനുൽ ഇസ്ലാമിന്റെ കട്ടയായിട്ട് നടക്കുന്ന ഈ മനുഷ്യൻ അവളെ കൊണ്ടുപോയിട്ട് വ്യഭിചരിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. ആ കുട്ടി ഓപ്പണായിട്ട് പറഞ്ഞു.
എനിക്ക് മനസ്സിലായി അവൻ ഒരു ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇതെന്തോ ഒരു അസുഖമാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഈ തിരിച്ചറിവുകളൊക്കെ നമുക്കുണ്ട് എങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആണിന് വേണ്ടിയിട്ട് ഇത്രേ പവിത്രമായ നമ്മുടെ ജീവിതം, ഇത്രേ വിലപ്പെട്ട ജീവിതം പൊന്നുമക്കളെ നശിപ്പിക്കൂല. പ്രണയം ടോക്സിക് ആയതാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം നോക്കി അഭിജിത്ത് ജീവനെടുക്കാനുള്ള കാരണം പറയുന്നത്, അവൾ മറ്റുള്ള ആണുങ്ങളുമായിട്ട് സംസാരിക്കാൻ പാടില്ല. എപ്പോഴും എത്രയും നമ്മൾ പരസ്പരം ആരെ പ്രണയിക്കുകയാണെങ്കിൽ ഈ വളിഞ്ഞ മോന്ത ഇത്ര നേരം കണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും ഇതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ കൂട്ടുകാരികൾ, അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമോ? അപ്പം അത് നമ്മൾ ആരോടും ഇതിപ്പോൾ കുടുംബജീവിതത്തിലുണ്ട് കേട്ടോ. വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും പല സ്ത്രീകൾ ഭർത്താക്കന്മാരങ്ങനെ വരച്ച വരെ നിർത്തുന്നവരുണ്ട്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോയത്, അവരോട് മുണ്ടരുത്, ഇവരോട് മുണ്ടരുത്, സ്വന്തം സ്നേഹിതന്മാരോട് കൂടെ പോലും പറഞ്ഞേക്കാത്ത സ്ത്രീകളുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾക്ക് ആ ഭർത്താവിന് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണെന്നറിയോ? കയ്യിലിങ്ങനെ കൂമ്പിൾ കുത്തിയിട്ട് വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് കാലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. എവിടെയും പോകരുത് വിചാരിച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചു നോക്കിയേ ആ വെള്ളം മുഴുവൻ പോകും. അതുപോലെ തന്നെ വലിയ രീതിയിൽ നിബന്ധനകളൊക്കെ ഭാര്യ വെച്ചാലും ഭർത്താവ് വെച്ചാലും ആ ബന്ധങ്ങളെല്ലാം നശിക്കുവാനുള്ളതാണ്. ആ ബന്ധങ്ങളെല്ലാം ശത്രുതാവാനുള്ളതാണ്. ആ ബന്ധങ്ങളെല്ലാം പരസ്പരം കലഹിച്ചുകൊണ്ട് വേർപിരിയാനുള്ളതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുക. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ തൊള്ളതൊന്നും ചെയ്യാനുള്ളത് എന്നല്ല. കുറച്ചൊക്കെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിർവരമ്പുകളെ സൂക്ഷിക്കണം. അതിനപ്പുറം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മളോ അതിലും വലിയ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എനിവേ, ഞാൻ വീണ്ടും പ്രണയിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട സ്നേഹിതന്മാരോടും സ്നേഹിതകളോടുമായിട്ട്, കൂട്ടുകാരോടും കൂട്ടുകാരികളോടുമായിട്ട്, പ്രിയപ്പെട്ട ആൺമക്കളോടും പെൺമക്കളോടുമായിട്ട് പറയുന്നു, വിലപ്പെട്ട ജീവൻ, വിലപ്പെട്ട ഉറക്കം, വിലപ്പെട്ട മനസ്സമാധാനം, വിലപ്പെട്ട ശാന്തി, സ്വസ്ഥത, ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഏതൊരാണിൻ്റെ പിറകെ പോകുന്നു, ഏതൊരു പെണ്ണിൻ്റെ പിറകെ പോകുന്നു, നിങ്ങൾ നോർമലല്ല. നിങ്ങളുടെ പ്രണയം നോർമലല്ല, നിങ്ങളുടെ ശൈലി നോർമലല്ല, നിങ്ങളുടെ ചിന്ത നോർമലല്ല. അവനവൻ്റെ ഈ ഉറക്കവും മനസ്സമാധാനവും ഭക്ഷണമൊക്കെ കളഞ്ഞിട്ട് എന്തെത്താ പ്രണയം? ഓക്കെ, ഒന്നുകൂടി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു സംഭവം കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി.